ഓക്കെ. സോ ഏതുവരെ എടുത്തു? സി എടുത്തു. എസ് എടുത്തോ? സി ആർ എടുത്തു. റെന്റ് എടുത്തു അല്ലെ? ഐ ഇൻക്യുബേറ്റർ എടുത്തു. ഇ ആണ് എഡ്യൂക്കേഷൻ സർവീസസ്. എഡ്യൂക്കേഷൻ സർവീസസ്. എഡ്യൂക്കേഷൻ സർവീസസ്. എഡ്യൂക്കേഷൻ സർവീസസ്. ഫാൻ ഇട്ടിട്ടുണ്ടല്ലോ, നിർത്താനാ? എന്താ അത്? ഓക്കെ. സോ നമ്മൾ എന്തിലേക്കാ പോണ്? എഡ്യൂക്കേഷൻ സർവീസസ്. എഡ്യൂക്കേഷൻ സർവീസസ്. ഓക്കെ. നൗ എഡ്യൂക്കേഷൻ സർവീസസിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നൗ എഡ്യൂക്കേഷൻ സർവീസസ് ക്യാൻ ബി ഗിവൺ ബൈ, ഒരു മിനിറ്റ്, എഡ്യൂക്കേഷൻ സർവീസസ് ക്യാൻ ബി okay. Now education services includes up to 12th standard ഉണ്ട് അല്ലേ? up to 12th standard ഉണ്ട്, അതായത് pre KG to +2. Then there is educational services provided by statutory bodies. Statutory bodies, CA, CS, CMA, statutory bodies. Then there is skill development training. Skill development training. Okay, then the ITI കൾ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ എന്താ പറയാ, ഡിപ്ലോമ കോഴ്സുകൾ, ഡിപ്ലോമ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്ന പോളി, അത്തരത്തിലുള്ള ട്രെയിനിങ് കോഴ്സസ്. സോ എഡ്യൂക്കേഷണൽ സർവീസസ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ബിൽഡിംഗ് വരയ്ക്കുക, ഇതിന്റെ ഉള്ളിലൊക്കെ സ്പേസ് വേണം കേട്ടോ. ഓക്കെ, മേലെ ഹെഡിങ് എഴുതുക, ഇതിന്റെ ഉള്ളിലൊക്കെ സ്പേസ് വേണം, നമ്മൾ പൂരിപ്പിക്കും. ജസ്റ്റ് വരച്ചു വെക്കുക അപ്പൊ തൽക്കാലം. ഒക്കെ ഒത്ത നടുക്ക് വേണം വരയ്ക്കാൻ. ഈ സൈഡിലേക്കും പോകരുത്, ഈ സൈഡിലേക്കും പോകരുത്. അല്ല, പോരാ. ലാൻഡ്സ്കേപ്പ് എടുത്തു, പോർട്രേറ്റിന് പകരം ലാൻഡ്സ്കേപ്പ് എടുത്തു. വരക്കടാ. സ്കെയിലൊന്നും വേണ്ട, ഈ കൈകൊണ്ട് വരച്ചാൽ മതി. ബിൽഡിങ്ങിന് വീതി അല്ലാതെ വേണ്ട. പറഞ്ഞോ. ഇതിന്റെ താഴെ കുറച്ച് കൂടുതൽ വേണം. ഇതിന്റെ താഴെ ഇതൊക്കെ ഓക്കെയാണ്. ഇതിന്റെ താഴെ വലിയ സ്പേസ് വേണമെന്നില്ല, ബട്ട് ഇതിന്റെ താഴെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സൈഡിലും എനിക്ക് സ്പേസ് വേണം, ഈ സൈഡിലും എനിക്ക് സ്പേസ് വേണം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാ, ഈ സൈഡിൽ ഞാൻ പറയാൻ പോണത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് സർവീസ് കൊടുത്താൽ, ഇത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവീസ് കൊടുത്താൽ. അങ്ങനെ രണ്ട് സെനാരിയോകൾ വരുന്നുണ്ട്.
പറയടാ. വരച്ചു കഴിഞ്ഞു. എല്ലാരും കഴിഞ്ഞോ? കഥ പറയാതെ കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. നൗ ആദ്യം നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്തൊക്കെ സർവീസാണ് കൊടുക്കും? ഓക്കെ, ഇവര് എന്ത് സർവീസ് കൊടുത്താലും, എന്താണ്, എന്ത് സർവീസ് കൊടുത്താലും ആ കൊടുക്കുന്ന സർവീസ് ആർക്ക് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാഫ്, സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി. ആർക്കാ? സ്റ്റാഫ്, സ്റ്റുഡൻസ്, ഫാക്കൽറ്റി. ഈ മൂന്ന് വിഭാഗം ആൾക്കാരും കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? അതായത് ഈ മൂന്ന് വിഭാഗം ആൾക്കാരും സ്റ്റാഫിനോ സ്റ്റുഡൻസിനോ ഫാക്കൽറ്റിക്കോ സർവീസ് കൊടുക്കുകയാണ്, എഡ്യൂക്കേഷനോ വേറെ എന്ത് സർവീസ് കൊടുക്കുകയാണെങ്കിലും ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? എന്ന് വിചാരിച്ച് പാരന്റ്സിന് കൊടുത്താൽ ഇറ്റ് ഈസ് നോട്ട് എക്സംപ്റ്റഡ്. ദിസ് ഈസ് ഓൺലി ഫോർ സ്റ്റാഫ്, സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി. ക്ലിയർ ആണോ? സോ ഇത് വരച്ചു വയ്ക്കും. ഓക്കെ, നൗ സ്കിൽ ഡെവലപ്മെന്റ് ആര് കൊടുക്കണം? ദിസ് ഈസ് ബൈ ITI, ITC, SCVT ആൻഡ് NCVT. ആരൊക്കെ കൊടുക്കേണ്ടതാണ്? ITI, ITC, NCVT or SCVT. ഓക്കെ, ഒരു ഒന്നിനും കൂടിയുള്ള ഗ്യാപ്പ് നിങ്ങൾ വെക്കണം. ഓക്കെ, ഒരു ഇത് എഴുതാനുള്ള ഗ്യാപ്പും കൂടി നിങ്ങൾ വെക്കണം. ഞാൻ പറയാം. അതായത് സർക്കുലർ ആണ്, അത് സെക്ഷനിൽ വരുന്നതല്ല. ആരൊക്കെയാണ് സ്കിൽ ഡെവലപ്മെന്റ്? ITI, ITC, SCVT ആൻഡ് NCVT. ഓക്കെ, അതിന്റെ ഫുൾ ഫോം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. SCVT സ്റ്റേറ്റ്, നാഷണലിന്റെ NCVT. ക്ലിയർ ആണോ? നൗ ഇപ്പോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സർവീസുകളിൽ ഏതാ എക്സംപ്റ്റഡ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അവർ എന്ത് സർവീസ് കൊടുത്താലും അത് ആർക്കാ കൊടുക്കണ്ടേ? സ്റ്റുഡൻസിനോ ഫാക്കൽറ്റിക്കോ സ്റ്റാഫിനോ ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ? നൗ ഇനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരെങ്കിലും സർവീസ് ചെയ്താൽ, ഇപ്പൊ ചിലപ്പോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ എന്തുണ്ടാവില്ല? ബസ്സുകളൊന്നും ഉണ്ടാവില്ല. സോ അവര് പുറത്തുള്ള ആൾക്കാരെ ഏൽപ്പിക്കും. പുറത്തുള്ള ആൾക്കാർ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ടേഷനുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കും. സോ അത്തരത്തിലുള്ള സർവീസ്. ഓക്കെ, നൗ ഈ മൂന്ന് പേർക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മൂന്നിന്റെയും ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, നൗ ഇവർക്ക് എന്തൊക്കെ സർവീസ് ചെയ്യാം? They can do transportation services ചെയ്യാം. ചെയ്തൂടെ?
കാറ്ററിംഗ് സർവീസസ് ചെയ്യാം, ഹൗസ് കീപ്പിംഗ് സർവീസസ് ചെയ്യാം, സെക്യൂരിറ്റി സർവീസസ് ചെയ്യാം, അക്കോമഡേഷൻ സർവീസസ് അല്ലെങ്കിൽ അഡ്മിഷൻ ടു എക്സാമിനേഷൻ, എക്സാംസ് നടത്താം, അതേപോലെ ജേർണലുകൾ ഓൺലൈനായിട്ട് കൊടുക്കാം. സോ അങ്ങനെ വിവിധ തരം സർവീസുകൾ ഉണ്ട്. അപ്പോ ഇതില് ഏതൊക്കെ സർവീസുകളാണ് വരുന്നത് ഓരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ. ഫസ്റ്റ് വൺ ഈസ് അതെ, അതുകൊണ്ടാണ് സെപ്പറേറ്റ് എഴുതണം, കാരണം അതിന്റെ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ, ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ. സെക്കൻഡ് വൺ കാറ്ററിംഗ്. ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ, സെക്കൻഡ് വൺ കാറ്ററിംഗ്. First one transportation, second one catering, then third one housekeeping, fourth one security service, fifth one examination, sixth one is online education. Transportation, കാറ്ററിംഗ്, ഹൗസ് കീപ്പിംഗ്, വേറെ ഏതാ പറഞ്ഞേ, സെക്യൂരിറ്റി, എക്സാമിനേഷൻ ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇതേപോലെ ഇവിടെയുണ്ട് TCH SEO. That is transportation, catering, housekeeping, security, examination and online education. Clear ആണോ? ഇത് എല്ലാത്തിലും എഴുതിയിട്ടുണ്ടോ? എല്ലാത്തിലും എഴുതാം, കാരണം ഓരോന്നിനും ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. ഓരോന്നിലെയും ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. Done? Okay. എഴുതിയോ? നൗ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് എഡ്യൂക്കേഷൻ. ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് എഡ്യൂക്കേഷൻ ഇതാണല്ലോ, ബേസ് എഡ്യൂക്കേഷൻ ഇതാണല്ലോ, ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള എഡ്യൂക്കേഷൻ ഇതാണല്ലോ. സോ ഇവയ്ക്കുള്ള 90% എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആവണം, കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇമ്പാക്ട് ചെയ്യുന്ന സാധനമാണ്. സോ ഇതിൽ 90% എക്സംപ്റ്റഡ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് എന്ന് നോക്കാം നമുക്ക്. സോ ഇവിടെ നോക്കുമ്പോ ഈ 5 എണ്ണവും ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. അതായത് ഏതെങ്കിലും വ്യക്തി ഈ 5 സർവീസുകൾ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? ഏതെങ്കിലും വ്യക്തി ഈ 5 സർവീസുകൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഞാൻ ഇതൊന്നും കൂടി ലിങ്ക് ചെയ്ത് തരാം. കാരണം നമ്മൾ റെന്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾസിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? If you rent your motor vehicle to an educational institution where the education is up to 12th standard, it is exempted. അതന്നെയാണ് ഇവിടെ ലിങ്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? Now, if it is online education, it is taxable. ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താ? ഏതെങ്കിലും വ്യക്തി ഒരു പോർട്ടൽ കൊടുക്കുകയാണ്, ആ പോർട്ടലിൽ ഇവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം, വീട്ടിൽ വന്നിട്ട് അവർക്ക് കാണാം. അങ്ങനത്തെ ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ടാക്സബിൾ. ക്ലിയർ? ഓക്കെ. ബട്ട് ഇവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ആരായിരിക്കണം? ഇതേ വ്യക്തികളായിരിക്കണം. ഇതിന്റെ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ. ട്രാൻസ്പോർട്ടേഷൻ സ്റ്റുഡൻസിനെയോ ഫാക്കൽറ്റിനെയോ സ്റ്റാഫിനെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. പാരന്റ്സിനെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടാക്സബിൾ. ക്ലിയർ ആണോ? സോ ഞാൻ ഈ പറയുന്ന എല്ലാ സർവീസുകളും ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം? ഇതേ വിഭാഗം ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നൗ ഇതെന്താണ്? നമ്മുടെ കോഴ്സുകളാണ്. ഓക്കെ. ഇത് ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചു പേര് മാത്രം അപ്ലൈ ചെയ്യുന്ന കോഴ്സസ് ആയിരിക്കും. നൗ ഇതില് ഓൾമോസ്റ്റ് ഒരു 75% എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ടാക്സബിൾ. ക്ലിയർ ആണോ? നൗ ആദ്യത്തെ 4 സർവീസും ഇറ്റ് ഈസ് ടാക്സബിൾ. ആദ്യത്തെ 4 സർവീസും ഇറ്റ് ഈസ് ടാക്സബിൾ. എക്സാമിനേഷനും ഓൺലൈൻ എഡ്യൂക്കേഷനും എക്സംപ്റ്റഡ് ആണ്.
എക്സാമിനേഷനും ഓൺലൈൻ എഡ്യൂക്കേഷനും എക്സംപ്റ്റഡ് ആണ്. എക്സാമിനേഷനും ഓൺലൈൻ എഡ്യൂക്കേഷനും എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഇതിലോട്ട് വരാം. ഇതെന്താ? ഇത് അതിലും കുറവ് ആൾക്കാർ മാത്രം പോകുന്ന കോഴ്സസ് ആണ്. ഓക്കെ, നൗ അതിലെന്തായിരിക്കും? ഒരു 90% എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇതിലെ ഈ 4 എണ്ണവും ഇതും എന്താണ്? ടാക്സബിൾ ആണ്. എക്സാമിനേഷൻ മാത്രം എന്താണ്? എക്സംപ്റ്റഡ് ആണ്. എക്സാമിനേഷൻ മാത്രം എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ. നൗ ഇതിലൂടെ ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. ബട്ട് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം, ഇല്ലെങ്കിൽ മുകളിൽ എഴുതാം, വേറെ വേറെ. ദാറ്റ് ഈസ് DDUGKY. DDUGKY നിങ്ങളുടെ നാട്ടിൽ കൂടെ കണ്ടോ? മഞ്ചേരിയിലൊക്കെ ഉണ്ട്, ഇവിടെ ചെറുകര ഉണ്ട്. DDUGKY എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് എന്ത് കൊടുക്കുകയാണ്? എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്, സ്കിൽ ഡെവലപ്മെന്റിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് DDU. അതിൽ വരുന്നത് തന്നെയാണ് എഴുതാം. അതിന്റെ ഉള്ളിൽ എഴുതാം, പുറത്ത് സ്പേസ് ഉണ്ടെങ്കിൽ പുറത്ത് എഴുതാം, വേറെ വേറെ. ഇതിന്റെ ഉള്ളിൽ ആണെങ്കിൽ ഉള്ളിൽ എഴുതിക്കോളൂ. ഓക്കെ, നൗ DDUGKYയുടെ കാര്യം എന്താ പറയണേ? DDUGKYയും കൊടുക്കുന്ന സർവീസുകൾ എന്താണ്? ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ ആണോ? സോ ഇറ്റ് ഈസ് ഓൾസോ അപ്ലിക്കബിൾ ടു DDUGKY. ദീൻ ദയാൽ ഉപാധ്യായ സംതിങ് യോജനയാണ്. ഓക്കെ, so that is also exempted. ഇതിലുള്ള അല്ലല്ല, ഇതൊക്കെ അതേപോലെ തന്നെയാണ്, സെയിം സാധനം തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഓക്കെ, DDUGKY. ഓക്കെ, നൗ ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ. ക്ലിയർ ആണോ? സോ എന്താ പറയണത്? ഏറ്റവും പ്രിഫറബിൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന സ്ഥലത്ത് എന്ത് മാത്രമേ ടാക്സബിൾ ആവുന്നുള്ളൂ? അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ജേർണലുകൾ മാത്രമേ ടാക്സബിൾ ആവുന്നുള്ളൂ. മുകളിലോട്ട് പോകുന്തോറും ടാക്സബിലിറ്റിയുടെ എണ്ണം കൂടി വരും. ഓക്കെ, പക്ഷെ ഒന്ന് മാത്രം ഉറപ്പാണ്, എക്സാമിനേഷൻ എപ്പോഴും എക്സംപ്റ്റഡ് ആണ്. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴും എക്സംപ്റ്റഡ് ആണ്. അത് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ ആണോ? Clear ആണോ? So next one is S, that is specific organization services. 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 എഴുതിയോ? എഴുതിയോ? Now, ആരാണ് ഈ സ്പെസിഫിക് ഓർഗനൈസേഷൻസ്? സ്പെസിഫിക് ഓർഗനൈസേഷൻ ആരാ? ആരൊക്കെയാണ് സ്പെസിഫിക് ഓർഗനൈസേഷൻസ്? Now എഴുതുക, താഴേക്ക് എഴുതിക്കോ, താഴേക്ക് എഴുതിക്കോ. ഇൻ ദിസ് സൈഡ് താഴേക്ക് എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് EPFO. EPFO, that is Provident Fund. PF, EPFO. Okay, then CMPFO, ESIC, NCCCD and NPS. താഴെയായിട്ട് ഒന്നുകൂടി എഴുതുക, Foreign Diplomatic Mission,
അതിന്റെ താഴെയായിട്ട് UN ഏജൻസീസ്. UN ഏജൻസീസ്, ഫോറിൻ ഡിപ്ലോമാറ്റിക് മിഷൻ, അതിന്റെ താഴെയായിട്ട് UN ഏജൻസീസ്. ഓക്കെ, ക്ലിയർ ആണോ? നൗ EPFO എന്താണ്? പ്രോവിഡന്റ് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, CMPFO എന്താണ്? കോൾ മൈൻസിനുള്ള പ്രോവിഡന്റ് ഫണ്ടിന്റെ ഓർഗനൈസേഷൻ ആണ്. ESIC എന്താ? എംപ്ലോയർ സ്റ്റേക്ക് ഇൻഷുറൻസ് ആണ്, കോർപ്പറേഷൻ. ഓക്കെ, NPS എന്താ? നാഷണൽ പെൻഷൻ സ്കീമാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന എന്ത് സർവീസസും ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, അവർ കൊടുക്കുന്ന സർവീസസ് ഇറ്റ് ഈസ് ടോട്ടലി എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് സ്പെസിഫിക് ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു? അഗ്രികൾച്ചർ, ബാങ്കിങ്, എൻട്രി ടിക്കറ്റ്സ്, ഇൻഷുറൻസ് സർവീസസ്, പെൻഷൻ സർവീസസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റെന്റിംഗ് സർവീസസ്, ഇൻക്യുബേറ്റർ സർവീസസ്, എഡ്യൂക്കേഷൻ സർവീസസ്, സ്പെസിഫിക് ഓർഗനൈസേഷൻ സർവീസസ്. ഇത്രയും കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് സ്പോർട്സ് സർവീസസ്. സ്പോർട്സ് സർവീസസ്, സ്പോർട്സ് സർവീസസ്. Sports services. Okay, okay, now okay, now ഇവിടെ എഴുതുക, there are two types of bodies in sports. There is recognized sports body and unrecognized sports body. Okay, now first one is റെക്കഗ്നൈസ്ഡ് സ്പോർട്സ്. നമ്മൾ എവിടെ എഴുതിയില്ലേ? എഴുതിയിട്ടുണ്ടോ? പാരാളിമ്പിക് കമ്മിറ്റി, സിവിൽ സർവീസ് എഴുതിയിട്ടുണ്ട് അല്ലെ? സോ എഴുതുക റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി ആൻഡ് അൺറെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി. സ്പോൺസർഷിപ്പ് സർവീസിലായിരിക്കും മിക്കവാറും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി ആൻഡ് അൺറെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി. Recognized sports body and unrecognized sports body. എഴുതിയോ? ഓക്കെ, നൗ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡിയുടെ കീഴിൽ എഴുതുക. ഇത് സെന്റർ പേജിൽ വേണം കേട്ടോ, സെന്റർ. ഓക്കെ, വാട്ട് എവർ. ഓക്കെ, എങ്ങനെ എഴുതിയോ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി ഏതൊക്കെയാണ്? കോപ്പി ഇറ്റ് ഫ്രം RCM. ഏതൊക്കെയാണ് റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡികൾ? പാരാളിമ്പിക് കമ്മിറ്റി, ഒളിമ്പിക് കമ്മിറ്റി, അതേപോലെ തന്നെ അങ്ങനെ കുറെ കമ്മിറ്റീസ് ഉണ്ട്. ലൈക്ക് പഞ്ചായത്ത് സ്പോർട്സ് ബോഡി, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്പോർട്സ് ബോഡി, സിവിൽ സർവീസ് സ്പോർട്സ് ബോഡി എന്ന് പറഞ്ഞിട്ട് ആ ഉള്ളതൊക്കെ ഇങ്ങോട്ട് എഴുത്തെഴുതുക. റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി.
വരച്ചോ? വരച്ചോ? Okay, now there is recognized sports body and unrecognized sports body. അല്ല, നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എഴുതാം, നിങ്ങൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്തിരിക്കണേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താ സംഭവം എന്ന്. ഓക്കെ, യൂഷ്വലി ഇങ്ങനെ വരയ്ക്കുന്നതാണെന്നുകൂടി നല്ലത്. എന്താണ്? ഓക്കെ, നൗ സ്പോർട്സ് ബോഡി എന്ത് സർവീസസ് ആ ചെയ്യുന്നത് യൂഷ്വലി? നൗ ദർ ഈസ് എൻ ഓർഗനൈസേഷൻ കോൾഡ് BCCI. ഈ BCCIക്ക് വേണ്ടിയിട്ട് BCCIക്ക് സർവീസ് ചെയ്യുന്നത് ആരാ? BCCI എന്താ? ക്രിക്കറ്റിന്റെ ബോർഡാണ്. ക്രിക്കറ്റിന്റെ ബോർഡിനെ വിളിക്കുന്ന പേരാണ് BCCI. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡാണ് ഏത്? BCCI. നൗ ഈ BCCIക്ക് സർവീസ് ചെയ്യുന്നത് ആരാ? BCCIക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട്. ദേ ആർ പ്രൊവൈഡിങ് എ സർവീസ്. ഇന്ത്യയുടെ കോച്ച് BCCIക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ രഞ്ജി ട്രോഫിയിലൊക്കെ ഉള്ള അമ്പയേഴ്സ് BCCIക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് BCCIക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡികൾക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നവരുണ്ട്. അതേപോലെ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി എന്ത് സർവീസ് ചെയ്യുന്നത്? യൂഷ്വലി ദേ പ്രൊവൈഡ് സ്പോൺസർഷിപ്സ്. ക്രിക്കറ്റ് കോമ്പറ്റീഷനൊക്കെ അല്ലെങ്കിൽ ഒളിമ്പിക് കോമ്പറ്റീഷനൊക്കെ സ്പോൺസർഷിപ്സ് കൊടുക്കും. ആര്? ഈ ബോഡികൾ. സ്പോൺസർഷിപ്പ് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പൈസ മുടക്കുന്നല്ല. സ്പോൺസർഷിപ്പ് സർവീസസിന് കിട്ടുന്ന പ്രതിഫലമാണ് ഇപ്പൊ വിവോയും DLF ഒക്കെ സ്പോൺസർ ചെയ്യുന്നതിലൂടെ കിട്ടുക. നമ്മള് ഒരു ഗ്രൗണ്ട് നമ്മളുടെ അടുത്തുണ്ട്. നമ്മളെ ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഫ്ലെക്സ് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഫ്ലെക്സ് അവിടെ ബിൽഡ് ചെയ്ത് വെക്കുന്ന ആരാ? നമ്മളുടെ ക്രിക്കറ്റ് അസോസിയേഷൻ. അതിൽ കൊടുത്ത് അഡ്വർടൈസ് ചെയ്യുന്നവരാണ് പൈസ തരേണ്ടത്. അപ്പൊ നമ്മളാണ് സർവീസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ബോഡിയാണ് സർവീസ് കൊടുക്കുന്നത്. അതിലേക്ക് സ്പോൺസർഷിപ്പിന്റെ പൈസ തരുന്ന ആരാ? പുറത്തുള്ള ഓർഗനൈസേഷൻസ്. ക്ലിയർ ആണോ? സോ യൂഷ്വലി ഈ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡികൾക്ക് സർവീസസ് കൊടുക്കുന്നത് ആരാണ്? ഓക്കെ, അതിലൊരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ട്. അതിവിടെ സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനെ 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 താഴോട്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ആരായിരിക്കും? പ്ലെയേഴ്സ് അല്ലെ? ഫസ്റ്റ് വൺ ദർ വിൽ ബി പ്ലെയേഴ്സ്. പ്ലെയേഴ്സ് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് റഫറി. പ്ലെയേഴ്സ് ഉണ്ട്, റഫറി ഉണ്ട്. പ്ലെയേഴ്സ് ഉണ്ട്, റഫറി ഉണ്ട്, അമ്പയർ, കോച്ച്, ടീം മാനേജർ. ക്ലിയർ? ആരൊക്കെയാ? പ്ലെയേഴ്സ്, റഫറി, അമ്പയർ, കോച്ച്, ടീം മാനേജർ. നൗ ദർ ഈസ് ഓൾസോ സം അതേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? അതായത് പിച്ച് ക്യൂറേറ്റ് ചെയ്യുന്ന ആൾക്കാര്, സെലക്ടേഴ്സ്, ഇവരൊക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് അതേഴ്സ്. ഓക്കെ, സോ ആരൊക്കെയാണ് റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡിക്കും അൺറെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡിക്കും ഒക്കെ സർവീസ് ചെയ്യുന്നവര്? പ്ലെയേഴ്സ് ഉണ്ട്, റഫറി, അമ്പയർ, കോച്ച്, ടീം മാനേജ്മെന്റ് ആൻഡ് അതേഴ്സ്. ക്ലിയർ ആണോ? അതേഴ്സിൽ ബാക്കിയുള്ള എല്ലാവരും പെടും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? നൗ ഈ പറയപ്പെടുന്ന വ്യക്തികള് ഇഫ് ദേ ആർ പ്രൊവൈഡിങ് സർവീസസ് ടു എ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഈ പറയപ്പെടുന്ന വ്യക്തിയിലെ ഈ അതേഴ്സ് ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഈ പറയപ്പെടുന്ന വ്യക്തികൾ ഇഫ് ദേ ആർ പ്രൊവൈഡിങ് സർവീസസ് ടു എ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി, ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. വാട്ട് അബൌട്ട് അതേഴ്സ്? അതേഴ്സ് റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡിക്ക് ചെയ്യുന്ന സർവീസ് ഇറ്റ് ഈസ് ടാക്സബിൾ അറ്റ് FCM. ടാക്സബിൾ അറ്റ് FCM. ക്ലിയർ ആണോ? ഓക്കെ, അതേപോലെ തന്നെ ഇവർക്ക് ആർക്കും കൂടി സർവീസ് കൊടുക്കാം. അൺറെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി, അതായത് IPL-നൊക്കെ സർവീസ് കൊടുക്കാം. ദാറ്റ് ഈസ് ഓൾസോ ടാക്സബിൾ. ദാറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ FCM. അതേഴ്സ് കൊടുത്താലോ? ദാറ്റ് ഈസ് ഓൾസോ ടാക്സബിൾ അണ്ടർ FCM. ഓക്കെ,
അപ്പൊ നമ്മളുടെ ഈ കാറ്റഗറി ഒക്കെ ആൾക്കാർ ആർക്ക് കൊടുത്താൽ മാത്രമേ എക്സംപ്റ്റഡ് ആവുള്ളൂ? റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡിക്ക് കൊടുത്താൽ മാത്രമേ അത് എക്സംപ്റ്റഡ് ആവുള്ളൂ. ക്ലിയർ? ക്ലിയർ ആണോ? നോ, ഈ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി ഞാൻ പറഞ്ഞ പോലെ എന്ത് സർവീസ് കൊടുക്കുന്നുണ്ട്? ദേ ആർ പ്രൊവൈഡിങ് സ്പോൺസർഷിപ്പ് സർവീസസ് അല്ലേ? സോ അത് ആർക്കൊക്കെ കൊടുക്കാം? ഒരു ബോഡി കോർപ്പറേറ്റിന് കൊടുക്കാം. കൊടുത്തൂടെ? ബോഡി കോർപ്പറേറ്റിന് കൊടുക്കാം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഗിവൺ ടു അതേഴ്സ്. ബോഡി കോർപ്പറേറ്റിനും കൊടുക്കാം, അതേഴ്സിനും കൊടുക്കാം. ഇനി റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി ഒരു ബോഡി കോർപ്പറേറ്റിന് സർവീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി ഒരു ബോഡി കോർപ്പറേറ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ദെൻ അതേഴ്സിന് കൊടുക്കുകയാണെങ്കിലോ? നോക്കുക, RCM പോവുക, നോക്കുക, ചാർട്ട് നോക്കുക, എന്താണ് സ്പോൺസർഷിപ്പ് സർവീസസ് പറയുന്നത്. നൗ അതേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? ദാറ്റ് ഈസ് ഓൾസോ എക്സംപ്റ്റഡ്. RCM എന്താ പറഞ്ഞത്? റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി ആണോ സ്പോൺസർഷിപ്പ് സർവീസ് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. അത്രല്ലേ പറയുന്നുള്ളൂ അല്ലേ? സോ എല്ലാവർക്കും അത് എക്സംപ്റ്റഡ് അല്ലേ? ബോഡി കോർപ്പറേറ്റ് ആണ് എന്നുണ്ടോ അവിടെ? എല്ലാവർക്കും അത് എക്സംപ്റ്റഡ് ആണല്ലോ അല്ലേ? സ്പോൺസർഷിപ്പ് സർവീസ്. അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്പോർട്സ് ബോഡി എന്ത് ചെയ്യാം? അവര് സ്പോൺസർഷിപ്പ് സർവീസസ് കൊടുക്കാം. കൊടുത്തൂടെ? അൺറെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി ഒരു ബോഡി കോർപ്പറേറ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് വരിക? അതേഴ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് വരിക? അൺറെക്കഗ്നൈസ്ഡ്. RCM നോക്കുക, RCMന്റെ ലിസ്റ്റ് നോക്കുക. നോക്കൂ, RCM ലിസ്റ്റ് നോക്കൂ. ബോഡി കോർപ്പറേറ്റിന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓബ്വിയസ്ലി RCM ആയിരിക്കും. കാരണം അതേഴ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം FCM. അല്ലേ? ക്ലിയർ ആണോ? സോ എന്താ അവിടെ പറയുന്നത്? സ്പോർട്സ് സർവീസസിൽ എന്താ പറയണത്? നൗ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡിക്ക് ഏതെങ്കിലും വ്യക്തികൾ, ഏതാണ് ഈ വ്യക്തികൾ? പ്ലെയേഴ്സ് ആവാം, കോച്ച് ആവാം, ടീം മാനേജ്മെന്റ് ആവാം, അമ്പയർ ആവാം. ഇവർ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. അൺറെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ. അതേഴ്സ് ആണെങ്കിൽ റെക്കഗ്നൈസ്ഡിന് കൊടുത്താലും വേണ്ടിയില്ല, അൺറെക്കഗ്നൈസ്ഡ് കൊടുത്താലും വേണ്ടില്ല, ഇറ്റ് ഈസ് ടാക്സബിൾ. നൗ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി സ്പോൺസർഷിപ്പ് സർവീസസ് ആർക്ക് കൊടുത്താലും ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. അൺറെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി ബോഡി കോർപ്പറേറ്റ് കൊടുത്താൽ ഇറ്റ് ഈസ് RCM, അതേഴ്സിന് കൊടുത്താൽ ഇറ്റ് ഈസ് FCM. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് സ്പോർട്സ് സർവീസസ്. സ്പോർട്സ് സർവീസസ് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതിക്കോ, ദാറ്റ് ഈസ് IPL. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ടോ. വേറെ അൺറെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡികളുണ്ട്. ദാറ്റ് ഈസ് IPL. it is not a recognized sports body. Okay, now that is S. എഴുതിയോ? ഓക്കെ, ഒന്നും കൂടി എടുക്കാം അല്ലെ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഗവൺമെന്റ് എടുത്തിട്ടില്ലല്ലോ, ഗവൺമെന്റ് എക്സംഷനിൽ എടുത്തിട്ടില്ലല്ലോ.
ഓക്കെ, യു അതായത് എസ് സ്പോർട്സ് ദെൻ യു, ആ ഓർഡർ തന്നെ പോണല്ലോ. ആ യു ഓക്കെ, unincorporated association to its members. Unincorporated associations to its members. Unincorporated association to its members. Unincorporated associations to its members. Now എന്താണ് unincorporated associations? നമ്മൾ പറഞ്ഞു AOP-കളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ BOE-കളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണത്? ഫ്ലാറ്റ് അസോസിയേഷൻ, റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ. ഇവരൊക്കെ അവരുടെ മെമ്പേഴ്സിന് സർവീസ് ചെയ്താൽ എന്തായിരിക്കും വരിക എന്നുള്ളതാണ്. ഓക്കെ, സോ unincorporated associations എന്ന് എഴുതുക. ഓക്കെ, then divide it into 5. Divide it into 5. Divide into 5. Unincorporated associations എന്ന് എഴുതുക, എന്നിട്ട് divide it into 5. 5 divide ചെയ്യുക. Divide it into 5. ഓക്കെ, ക്ലിയർ? നൗ 5 എണ്ണത്തിലെ ആദ്യത്തെ വൺ ആസ് എ ട്രേഡ് യൂണിയൻ. അപ്പൊ എന്താ? ആസ് എ ട്രേഡ് യൂണിയൻ. അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷനിൽ ഏത് പെടാം? ഒരു ട്രേഡ് യൂണിയൻ പെടാം. ട്രേഡ് യൂണിയൻ അതിന്റെ മെമ്പേഴ്സിന് കൊടുത്തൂടെ? ആരാ ട്രേഡ് യൂണിയൻ? CITU പോലുള്ള ഒരു കൂട്ടം ആൾക്കാര് അത് അതിന്റെ മെമ്പേഴ്സിന് എന്തെങ്കിലും സർവീസ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ട്രേഡ് യൂണിയൻ. 2, ഫോർ പ്രൊവൈഡിങ് എക്സംപ്റ്റഡ് സർവീസസ്. രണ്ടാമത്തെ എന്താ? ഫോർ പ്രൊവൈഡിങ് എക്സംപ്റ്റഡ് സർവീസസ്. For providing exempted services. First one is trade union. Second one is for providing exempted services. Third one, resident welfare association. Third one, resident welfare association. Fourth one, industrial labor agricultural association. Industrial labor agricultural association. Industrial labor agricultural association.
Okay. So next one, Association for Promotion of Industry and Commerce. Association for the Promotion of Industry and Commerce. Promotion of Industry and Commerce. Industry and Commerce. Okay, now trade union directly it is exempted. അതായത് ട്രേഡ് യൂണിയൻ അവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും സർവീസ് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഒന്നും നോക്കാതെ എത്രയാണെങ്കിലും ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, രണ്ടാമത്തത് ഇറ്റ് ഈസ് പ്രൊവൈഡിങ് എക്സംപ്റ്റഡ് സർവീസസ് അല്ലേ, ഡയറക്ട്ലി ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഡയറക്ട്ലി ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ആണെങ്കിൽ ഒരു മാസം ഒരാൾക്ക് 7500 രൂപ വരെയും എക്സംപ്റ്റഡ് ആണ്. എങ്ങനെയാ? ഒരു മാസം ഒരാൾക്ക് 7500 രൂപ വരെയും എക്സംപ്റ്റഡ് ആണ്. 7500 per month per member. 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 Okay. Industrial Agricultural Labor Association ആണെങ്കിൽ it is directly exempted. Okay. Now, trade in the promotion വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ ആണെങ്കിൽ it is 1000 per member per annum. 1000 per member per annum. 1000 per member per annum. ഒരു വർഷത്തിൽ ഒരാൾക്ക് 1000 രൂപ എക്സംപ്റ്റഡ് ആണ്. Now, അതിന്റെ താഴെയായിട്ട് എഴുതുക 7500 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. അത് വൺസ് 7501 ആവുകയാണെങ്കിൽ മൊത്തം 7501 രൂപയും ടാക്സബിൾ ആണ്. അല്ലാതെ അത് കുറച്ചിട്ട് ബാക്കിയുള്ളതല്ല. രണ്ടും എമൗണ്ട് വരുന്ന രണ്ട് ഐറ്റംസ് ആണല്ലോ ഉള്ളത്, 7500 1000. ഇതിൽ രണ്ടും 1001 7501 വരികയാണെങ്കിൽ മൊത്തം എമൗണ്ടും ടാക്സബിൾ ആണ്. അല്ലാതെ എക്സ്ട്രാ വരുന്ന പൈസ അല്ല ടാക്സബിൾ. ക്ലിയർ ആണോ? ഇല്ല, പറഞ്ഞില്ല. 1000 per member per annum. ഒരു വർഷത്തിൽ ഒരാൾക്ക് 1000 രൂപ വരെ. ക്ലിയർ ആണോ? ഓക്കെ, എന്നാ പറഞ്ഞോട്ടെ. ടീമാക്ക് 1. ഡാ 4. 1 2 3 4.
തുടങ്ങാം. ഓക്കെ, ഞാൻ വിട്ടു പോ. ഷാബാ വിട്ടോ. എന്നെ മാറ്റണോ? ഒക്കെ ഒരേ ടൈമിലാണല്ലേ? ഓക്കെ. ഓക്കെ, അച്യുത് അങ്ങോട്ട് പോ, നീ ഇത് അങ്ങോട്ട് പോ. ഓക്കെ, ടീമിന്റെ പേര് പറയൂ. ടീം ഡി വി. ഓഡിയോ യോഗിയോ ഓഗിയോ എന്താ? ഇവിടെ നാട്ടരാജോ. ഓക്കെ,
ഓക്കെ, എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷിർദി സായിബാബ ട്രസ്റ്റ്. ഷിർദി സായിബാബ ട്രസ്റ്റ്. ഷിർദി സായിബാബ ട്രസ്റ്റ്. ഷിർദി സായിബാബ ട്രസ്റ്റ് rented 2 rooms. Rented 2 rooms. Rented 2 rooms where the rent is 900 rupees per day. 900 rupees per day. 900 rupees per day. So first question. Second question. Shirdi Sai Baba Trust. Shirdi Sai Baba Trust rented 5 rooms for 1100 per day for accommodation. Both for accommodation. 5 rooms per day. Both for accommodation. അതായത് ഫസ്റ്റത്തെ രണ്ടാമത്തെ for accommodation. Both for accommodation. നല്ലടോ. അപ്പൊ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മെയ്ഡ് ഓഫ് ക്യാപിറ്റൽ അല്ലേ, LLP അല്ലേ അത്? മെയ്ഡ് ഓഫ് ക്യാപിറ്റൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടില്ലേ? രീതിയിൽ ഹലോ, പിന്നെ നമ്മൾ LLPയുടെ ക്യാപിറ്റൽ കാണിക്കുമ്പോൾ ക്യാപിറ്റൽ അമൻഡ് ചെയ്യേണ്ടി വരില്ല? അല്ല, ഓക്കെ, ഫ്ലോട്ടിന് നമ്മളെ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ശരി. ഓക്കെ, അതിന് LLP അല്ലേ? LLPക്ക് ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലോട്ടിംഗ് ക്യാപിറ്റലും ഉണ്ടല്ലോ. അതായത് കറന്റ് ഹലോ, ആണോ? ഇപ്പോൾ ആധാറും പാൻ കാർഡും എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഫയൽ ചെയ്യാം. കേട്ടോ, നിങ്ങളുടെ ഇമെയിൽ ID ഫോൺ നമ്പർ കൂടി ഇതിലേക്ക് അയച്ചു.
ഞാൻ അത് മാറ്റി കൊടുത്തു. TDS 2000 റീഫണ്ട് ചെയ്യാൻ ചെറിയ എഴുതിയോ? ഉത്തരം എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റേത് ഒരാൾ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതും. Renting of community hall by Shirdi Sai Baba Trust. Renting of community hall by Shirdi Sai Baba Trust. Shirdi Sai Baba Trust. First question is 3 community hall for wedding ceremonies. 3 community hall for wedding ceremonies. 25,000 per day. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയില്ലേ, 1 community hall for puja. 1 community hall for puja 8,000 per day. 8,000 per day. ഓക്കെ, ഇനി അത് എഴുതുക. 30 seconds. ഹലോ. എഴുതി കഴിഞ്ഞോ? ഇത്ര എഴുതി കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Shirdi Sai Baba Trust rented. Shirdi Sai Baba Trust rented meditation hall for 100 per day. Meditation hall for 100 per day. Okay. Next question. Shirdi Sai Baba Trust received donation. Shirdi Sai Baba Trust received donation for display of name of a city based school. Of a city based school for rupees 5 lakh. Of a city based school for rupees 5 lakh. Third question. ഇതിൽ അത്രേ ഉള്ളൂ. ഡൊണേഷൻ received donation against display of name. Okay. Next question. Received from sale of food. Received from sale of food in Anand Food Court. In Anand Food Court located in trust premises. Located in trust premises. Located in trust premises. ഓക്കെ, അതിന്റെ ഉത്തരങ്ങൾ എഴുതുക. ലൊക്കേറ്റഡ് ഇൻ ട്രസ്റ്റ് പ്രിമിസസ്.
ഓക്കെ, എഴുതിയോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഴുതിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഴുതിയാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Donation received for puja. Donation received for puja 1 lakh rupees. Okay. Next question. Amount received for preservation of tiger. Amount received for preservation of tiger in Sundarbans Delta. In Sundarbans Delta. Preservation of tigers in Sundarbans Delta.
ഒരു 12:15 കഴിയട്ടെ എന്നിട്ട് കൊടുത്തു. കഴിഞ്ഞോ? അതൊരു വിഷയമല്ല. പിന്നെ ഫുള്ള് മനസ്സിലായിട്ട്. Okay, next question. Next question. HDFC Bank extended housing loan to its customers. HDFC Bank extended housing loans to its customers. Second question. എത്രയാണോ? 100 lakh. 100 lakh. HDFC Bank collected processing fee for sanctioning of loan. HDFC Bank collected processing fee for sanctioning of loan. 20,000. Processing fee for sanctioning of loan 20,000. HDFC Bank received, അടുത്ത question, HDFC Bank received interest for housing loan. Interest for housing loan 25,000. HDFC Bank collected, next question, HDFC Bank collected minimum balance charges from account holders. Minimum balance charges from account holders ₹1,000. ഓക്കെ, ചെയ്തോളൂ.
ഓക്കെ, എഴുതിയോ? ഓക്കെ, മുഹമ്മയുടെ ഇതുവരെ ചെയ്തില്ല, ചെയ്യണം. FD ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ എല്ലാവരും ഒരു ബുക്ക് എനിക്ക് തരിക, നിങ്ങളുടെ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന 1 ബുക്ക്.
So first ചോദ്യം എന്തായിരുന്നു? ഷിർദി സായിബാബ ട്രസ്റ്റ് rented 2 rooms where the rent is 900 per day for accommodation. So it is exempted, la? So it is exempted. So നിങ്ങൾ എഴുതിയിരിക്കുന്നത് it is exempted. നിങ്ങൾ തന്നെയല്ലേ? Okay. Now രണ്ടാമത്തെ ചോദ്യം, whether it is for 1,100 rupees, it is FCM, അല്ലെ? 1000 രൂപ വരെയുള്ളൂ നമുക്ക് എക്സംഷൻ. മൂന്നാമത്തത്, യെസ്, ഒരു റൂമിന് 1000 രൂപ വീതം എക്സംപ്റ്റഡ് ആണ്. 5 റൂം കൊടുത്താൽ 5 എക്സംപ്റ്റഡ് ആണ്. അല്ല, സോറി, 5 റൂമിന് 1100 എന്നല്ല, 5 റൂമിന് ഓരോന്നിനും പെർ ഡേ 1100. പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാ പിന്നെ നാർത്തത്തിയിലും പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. 900 പെർ ഡേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, റെന്റിംഗ് ഓഫ് കമ്മ്യൂണിറ്റി ഹാൾ സായിബാബ ട്രസ്റ്റ്, അതെന്താ എമൗണ്ട് എഴുതാത്തത്? ഓക്കെ, അതില് ഓക്കെ, അതിന്റെ അടിയത്താണ് ക്വസ്റ്റ്യൻ. 3 കമ്മ്യൂണിറ്റി ഹാൾ ഫോർ വെഡിങ് സെറിമണി 2500 പെർ ഡേ എക്സംപ്റ്റഡ് ആണ് അല്ലേ? 25,000 ആണ്. ക്വസ്റ്റ്യൻ എന്താ? 25,000 ആണോ? ദാറ്റ് ഈസ് ടാക്സബിൾ അല്ലേ? സോ തേർഡ് വൺ ടാക്സബിൾ ആണ്. അത് നിങ്ങൾക്ക് തെറ്റിക്കണു, നിങ്ങൾ എക്സംപ്റ്റഡ് എഴുതിക്കണം. നിങ്ങൾ എഴുതിയതല്ല, ഞാൻ നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബുക്ക് തരാനാ പറഞ്ഞത്. സോ ഇല്ല, അവരും ടാക്സബിൾ എഴുതിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ഒരു കൊമേഴ്ഷ്യൽ ഹാൾ ഫോർ 8,000 പെർ ഡേ, എന്താണത്? എക്സംപ്റ്റഡ് ആണ്. നാലാമത്തത് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ഷിർദി സായിബാബ ട്രസ്റ്റ് മെഡിറ്റേഷൻ ഹാള് 100 പെർ ഡേക്ക് കൊടുത്തു. സോ ദാറ്റ് ഈസ് ഓൾസോ എക്സംപ്റ്റഡ് ബിക്കോസ് 10,000 വരെയും എന്താണ്? ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫോർ മെഡിറ്റേഷൻ. അടുത്തത് പറയുന്നത് റിസീവ്ഡ് ഡൊണേഷൻ ടാക്സബിൾ ആണ്, പേരെഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് FCM. നെക്സ്റ്റ്, സെയിൽ ഓഫ് ഫുഡ്, അതെന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ടാക്സബിൾ. നെക്സ്റ്റ്, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പൂജ, എന്താണ്? എക്സംപ്റ്റഡ് ആണ് ബിക്കോസ് ദാറ്റ് ഈസ് റിലീജിയസ് സെറിമണി. എമൗണ്ട് റിസീവ്ഡ് ഫോർ പ്രിസർവേഷൻ ഓഫ് ടൈഗർ ഇൻ സുന്ദർബൻസ് ഡെൽറ്റ, ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ദ പ്രിസർവേഷൻ ഓഫ് എൻവിറോൺമെന്റ്. Okay, next, HDFC Bank extended housing loan which is exempted. Next, HDFC Bank collected processing fee for loan, that is taxable. HDFC Bank received interest for housing loan which is exempted.
collected minimum balance charges which is taxable. Okay, so നിങ്ങൾക്ക് there is 12 marks. Okay, 12 marks. Now ഇതാരുടേതാണ്? നിങ്ങളുടെ അല്ലേ? Yes. Now this is a team നട്രാജ്. നട്രാജിന്റെ ഫസ്റ്റത്തെ ശരിയാണ് അല്ലേ? സെക്കൻഡത്തത് തെറ്റാണ്. ഓക്കെ, സെക്കൻഡത്തത് തെറ്റാണ്. മൂന്നാമത്തത് ശരിയാണ്. നാലാമത്തത് ശരിയാണ്. അഞ്ചാമത്തത് ശരിയാണ്. ആറാമത്തത് ശരിയാണ്. ഏഴാമത്തത് ശരിയാണ്. എട്ടാമത്തത് ശരിയാണ്. ഒമ്പതാമത്തത് ടാക്സബിൾ ആണ്, എക്സംപ്റ്റഡ് ആണ് അല്ലേ? യെസ്, ഒമ്പതാമത്തത് ശരിയാണ്. പത്താമത്തത് തെറ്റാണ്. പതിനൊന്നാമത്തത് ശരിയാണ്. പന്ത്രണ്ടാമത്തത് ശരിയാണ്. പതിമൂന്നാമത്തതും ശരിയാണ്. സോ യു ഗെറ്റ് 11 marks. Okay. എവിടുന്നാണോ തുടങ്ങണ്? അല്ലത് എവിടുന്ന് തുടങ്ങണ്? സോ ഫസ്റ്റത്തത് ശരിയാണ്. രണ്ടാമത്തത് ശരിയാണ്. മൂന്നാമത്തത് ശരിയാണ്. നാലാമത്തത് ശരിയാണ്. അഞ്ചാമത്തത് ശരിയാണ്. ആറാമത്തത് ശരിയാണ്. ഏഴാമത്തത് ശരിയാണ്. എട്ടാമത്തത് ശരിയാണ്. ഒമ്പതാമത്തത് ശരിയാണ്. എന്താ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും എഴുതാത്തത്? പത്താമത്തത് ശരിയാണ്. 11 ശരിയാണ്. 12 ശരിയാണ്. 13 ശരിയാണ്. സോ 13. ഈ ടീമിൻ്റെത് ഫസ്റ്റത്തത് ശരിയാണ്. സെക്കൻഡത്തത് ശരിയാണ്. മൂന്നാമത്തത് ശരിയാണ്. നാലാമത്തത് ശരിയാണ്. അഞ്ചാമത്തത് തെറ്റാണ് അല്ലേ? അഞ്ചാമത്തെ ടാക്സബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, ഇത് ക്വസ്റ്റ്യൻ നമ്പറൊക്കെ തെറ്റാണ്. ഇവരുടെ ഞാൻ റദ്ദാക്കണം. ആരും മര്യാദക്ക് എഴുതിയിട്ടില്ല. ഓക്കെ, 0. ഓക്കെ,
ഓക്കെ ബസ്